എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഇന്ന് അവസാനിക്കുന്നതായിരിക്കും. അതായത് ജൂൺ 20-ാം തീയതി അവസാനിക്കുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ സ്പോർട്സ് ഐറ്റങ്ങളിൽ, അത് സ്പോർട്സ് ഇനങ്ങളിൽ എന്തെങ്കിലും നേട്ടങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ, അത് നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുത്ത് സ്പോർട്സിൻ്റെ ഏതെങ്കിലും ഇനങ്ങളിൽ പങ്കെടുത്ത് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ സ്പോർട്സ് കോട്ടയിൽ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പോർട്സ് കോട്ടയുടെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടുകയും അത് സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പറാണ്, അത് കിട്ടുകയും നിങ്ങൾ ആ ഒരു അപേക്ഷയിൽ സമർപ്പിച്ച എല്ലാവിധ ഡോക്യുമെൻസുകളും എടുത്തുകൊണ്ട് അതുപോലെ ആ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോകാവുന്നതാണ്. അതിനുശേഷം അവിടെ നിന്നും നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ കൃത്യമായിട്ട് സ്പോർട്സ് കോട്ടയുടെ ആ സ്പോർട്സിൻ്റെ നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയുള്ള ആ സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. അപ്പോൾ സ്കോർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ക്യാൻഡിൽ ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് മുഖേന നിങ്ങൾക്ക് പുതുതായിട്ട് ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതും അതിനുശേഷം പുതിയ അപേക്ഷകൾ നൽകാവുന്നതുമാണ്. സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിത് രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയില്ല എങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങൾക്ക് സ്പോർട്സിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ കോൺടാക്റ്റ് നമ്പേഴ്സ് നിലവിൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ അറിയില്ലെങ്കിൽ ഹൗ ടു രജിസ്റ്റർ എന്നുള്ള ലിങ്ക് നിലവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിലുള്ള PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതും അത് നോക്കിയിട്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ SSLCയുടെ സ്കീം, അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ ഇയർ ഓഫ് പാസ്, മന്ത് ഓഫ് പാസ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഇവിടെ കാണുന്ന കുറച്ച് ക്യാപ്ച അതുകൂടി നൽകി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ഏതൊക്കെ ഇനങ്ങളിലാണെന്നല്ല നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസും ചോദിക്കും. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നൽകിയ ശേഷം അതിൽ സ്റ്റാർ ഇട്ടിട്ടുള്ള ആ ഒരു ചില കാര്യങ്ങളെല്ലാം ഫോൺ, മൊബൈൽ നമ്പർ, ഇതൊക്കെ നിങ്ങളുടെ പേര്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നൽകുകയും സേവ് ചെയ്യുകയും ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ, ഓപ്ഷനല്ല നിങ്ങൾ ഏതൊക്കെ ഇനങ്ങളിലാണ് സ്പോർട്സിൽ, അതായത് നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നേട്ടങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തി നിങ്ങൾക്ക് അത് ആഡ് മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ആ ഒരു ഓരോ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നാളെ തന്നെ അപേക്ഷ സമർപ്പിക്കുകയും അതിനുശേഷം നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ അപേക്ഷ സമർപ്പിച്ച ആ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ ആ ഒരു നിങ്ങൾക്ക് സ്പോർട്സ് ഇനങ്ങളിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് അത് വെരിഫൈ ചെയ്യാവുന്നതും നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത ശേഷം സ്കോർ കാർഡ് ലഭിക്കുന്നതും ആയിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു ക്രിയേറ്റ് ക്യാൻഡിൽ ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് മുഖേന വിദ്യാർത്ഥികൾ പുതുതായിട്ട് ക്യാൻഡിൽ ലോഗിൻ, ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ പുതുതായിട്ട് ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നിലധികം ജില്ലയിലേക്ക് വേണമെങ്കിൽ ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ഓരോ ജില്ലയിലേക്കും ഓരോ ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയാത്ത വിദ്യാർത്ഥികൾ അക്ഷയ വഴിയോ മറ്റോ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിനുശേഷം നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഓരോ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ലയിൽ നിങ്ങൾ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജില്ലയിലെ സ്പോർട്സ് കോട്ടയിലുള്ള വേക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ ജില്ലയിലെയും ഓരോ സ്കൂളിലെയും വേക്കൻസി കാണാം. ഗേൾസ് സ്കൂളുണ്ട്, അതുപോലെ തന്നെ ബോയ്സ് സ്കൂളുണ്ട്, അതുപോലെ ബോയ്സ് ഗേൾസ്, അതായത് മിക്സഡ് സ്കൂളുകളാണ് കോ എഡ്യൂക്കേഷൻ സ്കൂൾ എന്ന് പറയുന്നത്. ഗേൾസ് എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് ഗേൾസ് സ്കൂൾ മാത്രമായിരിക്കും. അതുപോലെ തന്നെ ബോയ്സ് എന്ന് കൊടുത്തിട്ടുള്ളവർ ഇത് ആ ഒരു ബോയ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബോയ്സ് സ്കൂളായിരിക്കും. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു വേക്കൻസി നോക്കിയിട്ട് വേണം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടതില്ല, കാരണം വേക്കൻസി ഉള്ളിടത്ത് മാത്രമാണ് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ, അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവരൊക്കെ, അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ ഓൾറെഡി ആ ഒരു ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഈ ഒരു പേജിലേക്കാണ് പോവുക. ഇവിടെ നിങ്ങളുടെ സ്പോർട്സ് ക്യാൻഡിൽ ലോഗിൻ എന്നത് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ യൂസർ
നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ്, ജില്ല എന്നിവ കൊടുക്കുക. ഏത് ജില്ലയിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിലധികം ജില്ലയിൽ കൊടുത്തവർ ഒന്നിലധികം അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും വെച്ച് ആ ഒരു ജില്ലയും സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു, മുമ്പ് അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നാൽ അപേക്ഷയിൽ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവരൊക്കെ റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്കാണ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പുതുക്കണം. അതുപോലെ തന്നെ ഓൾറെഡി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഒരു ലിങ്കാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഏത് ലിങ്കാണോ കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവർ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുവരെ ഓൾറെഡി മുമ്പ് അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് പരിശോധിക്കുക. തെറ്റുകൾ സാധാരണ കാറ്റഗറി, അതുപോലെ തന്നെ റിലീജിയൻ, കാസ്റ്റ്, അതുപോലെ പഞ്ചായത്ത്, താലൂക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഇതിൽ തെറ്റാറുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കുക. അതുപോലെ EWSൻ്റെ അത് ഉണ്ടെങ്കിൽ അതും കറക്റ്റായിട്ട് തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നിങ്ങൾക്ക് യാതൊരു തെറ്റും ഇല്ല എങ്കിൽ സബ്മിറ്റ് ചെയ്ത് പോവുക. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാത്തവർ ഡീറ്റെയിൽസ് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് നൽകിയവരാണെങ്കിൽ ഓൾറെഡി മുൻ അലോട്ട്മെൻറ്റുകളിൽ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളോ അപേക്ഷയിൽ തെറ്റ് വന്നത് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളോ ആണെങ്കിൽ വിദ്യാർത്ഥികളുടെ അപേക്ഷയിലുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക. ഇതുവരെ അപേക്ഷിക്കാത്തവർ നിങ്ങളുടെ അതിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള പേജ് വരും. അപ്പോൾ നിങ്ങൾ നേരത്തെ ആ ഒരു വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് വേക്കൻസി ലിസ്റ്റ് പ്രകാരം നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ ആ ഒരു ഓപ്ഷൻ്റെ നമ്പർ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏത് സ്കൂളാണോ വേണ്ടത് ആ സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഏത് കോഴ്സാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളും കോഴ്സുകളും ആഡ് ചെയ്യുന്ന സമയത്ത് അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടെങ്കിൽ അതിന് നേരെയുള്ള ഡിലീറ്റ് അല്ലെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവുന്നതും ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര ഓപ്ഷനുകൾ ആഡ് ചെയ്യണമോ അത്രയും ഓപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവസാനം നിങ്ങൾ പ്രിവ്യൂ പേജിലെത്തും. അതുപോലെ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പോൾ അത് ആദ്യമായിട്ട് കൊടുക്കുന്നവർ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികൾ അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടോ മറ്റോ ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രിവ്യൂ പേജിലെത്തും. പ്രിവ്യൂ പേജ് എന്ന് പറയുന്നത് ഒരു പച്ച കളർ പേജാണ്. അപ്പോൾ ആ ഒരു പച്ച കളർ പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും ഓപ്ഷൻസ് ഉൾപ്പെടെ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുകയും എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് തിരുത്തുന്നതിനായിട്ട് അതിന് നേരെയുള്ള എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു വിവരങ്ങൾ എഡിറ്റ് ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെ എഡിറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീണ്ടും ഇതേ രീതിയിൽ സബ്മിറ്റ് ചെയ്ത് പ്രിവ്യൂ പേജിലെത്തും. അപ്പോൾ നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്ത് എന്തെങ്കിലും വിവരങ്ങൾ, ആ ചെറിയ വിവരങ്ങളാണെങ്കിൽ ചെറിയ വിവരങ്ങൾ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പരിഹരിക്കുകയും അതായത് എഡിറ്റ് ചെയ്ത് പരിഹരിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത് ജൂൺ 21 വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ആ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതും പ്രിവ്യൂ പേജിൽ. അതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സ്കൂളുകളിലേക്കും നിങ്ങൾ ഓപ്ഷൻ കൊടുത്തു എന്ന് ഉറപ്പാക്കിയ ശേഷം ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ഉണ്ടാകും. ഇതുപോലെ ജസ്റ്റ് ഒരു ബോക്സാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടതല്ലേ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ നൽകാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതുകൂടി കൃത്യമായിട്ട് നോക്കിയ ശേഷം എല്ലാ ഓപ്ഷൻസും കൊടുത്തു എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുത്തു വെക്കുക. കാരണം അഡ്മിഷൻ സമയത്ത് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരിക ജൂൺ 24 അപ്പോൾ നിങ്ങൾക്ക് ജൂൺ 21 വരെയാണ് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതുവരെ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉടൻ തന്നെ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് അപേക്ഷിക്കുക. ഓൾറെഡി അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളോ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളോ സ്പോർട്സ് കോട്ട ക്യാൻഡിൽ ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് മുഖേന ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് നിങ്ങളുടെ റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് മുഖേന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് അവസാനം ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതും ആണ്. അപേക്ഷയിൽ തെറ്റുള്ളവർ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തിയിട്ട് വേണം ഈ ഒരു ഓപ്ഷനുകളൊക്കെ നൽകി ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട്. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും എഡിറ്റ് വീണ്ടും ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.